മാളുവിന്റെ കല്യാണത്തലേന്ന് നടന്ന മൈലാഞ്ചി കല്യാണത്തിന്റെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മാളു എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ മൂത്ത മാമന്റെ മകൾ ഡോക്ടർ രഹന റഷീദ്, അവളെ കല്യാണം കഴിക്കുന്നത് ആസഫ് അലി. ഈ ചടങ്ങിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കല്യാണ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരും. ഈ ഡ്രസ്സാണ് നാളെ കല്യാണ പെണ്ണ് കല്യാണത്തിന് ധരിക്കുന്നത്. അതിനുശേഷമാണ് കയ്യിൽ മൈലാഞ്ചിയിടൽ ചടങ്ങ് നടക്കുന്നത്. കൂടെ മധുരവിതരണം ഉണ്ട് കേട്ടോ. ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ചടങ്ങുകൾക്കൊക്കെ കൂടുതൽ പ്രചാരം വന്നത് കേട്ടോ. ഇതിന് തുടക്കമെന്ന് പറയുന്നത് ആദ്യം 2 വെറ്റ വധുവിന്റെ കൈകളിലേക്ക് എടുത്തു വെക്കുന്നു. അതിനുശേഷം വരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് മൈലാഞ്ചി കൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഇടുന്നു. ആ ഇടുന്നതിനാണ് മൈലാഞ്ചിയിടൽ ചടങ്ങെന്ന് പറയുന്നത്. സാധാരണ പണ്ടൊക്കെ കയ്യിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ മൈലാഞ്ചി ഇടൽ ഒരു കലയായതുകൊണ്ടും അത് നമ്മൾ മെഹന്തി ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെ ഇടിയിപ്പിക്കുന്നത് കൊണ്ടും ഇപ്പോൾ വെറ്റ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഇടുന്നത്. ആദ്യം കുടുംബത്തിലെ ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ടാണ് കേട്ടോ ഇവര് മൈലാഞ്ചിയുടെ ചടങ്ങിട്ടത്. അതിനുശേഷം ചെക്കന്റെ അടുത്ത ബന്ധുക്കള്, സഹോദരിയും നാത്തൂനും എല്ലാം വന്ന് മൈലാഞ്ചി ഇട്ടു. ഇതുപോലുള്ള ചടങ്ങുകളിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് ഫോട്ടോഗ്രാഫർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. കാര്യം അവർക്ക് ആവശ്യം കൃത്യമായ ഫോട്ടോകളാണ്. പിന്നീട് ആലോചിക്കുമ്പോഴത്തേക്ക് ഈ ഫോട്ടോകളാണല്ലോ ഓർമ്മകൾ എന്ന് പറയുന്നത്. കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുമ്പോഴായിരുന്നു ഈ ചടങ്ങൊക്കെ ഇങ്ങനെയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എന്ത് രസമായിരുന്നു. ആ ഓർമ്മകൾക്ക് വേണ്ടിയാണ് അവരിങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. പണ്ട് കാലത്ത് കല്യാണത്തലേന്ന് കല്യാണ ചെറുക്കൻ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ വരില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ കല്യാണ ചെറുക്കൻ എന്തായാലും ഈ ചടങ്ങിന് വരികയും മധുരം വിതരണം ചെയ്യുകയും മൈലാഞ്ചി ഇടുകയും എല്ലാം ചെയ്യും. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ ആസഫ് അലി. അപ്പോ തിരിച്ച് കല്യാണ ചെക്കനും മധുരം കൈമാറുകയാണ് നമ്മുടെ മാളു. കല്യാണ ചെക്കന്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആണ് ഇതെല്ലാം. അപ്പോ അവരും മധുര വിതരണത്തിലും മറ്റുമൊക്കെ പങ്കാളികളായി. ഇനി ഇവരെല്ലാവരും അടുത്ത സുഹൃത്തുക്കളായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഫ്രണ്ട്സിന്റെ കുടുംബമാണല്ലോ പിന്നീട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പുതിയ കുടുംബമായിട്ട് വരുന്നത്. അങ്ങനെ പുതിയ പുതിയ ഒരുപാട് ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനുള്ള അവസരം കൂടിയാണ് കല്യാണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം ഫോട്ടോഗ്രാഫറുടെ നിർദ്ദേശപ്രകാരമുള്ള വ്യത്യസ്തമായിട്ടുള്ള, ചിലപ്പോൾ ഭാവിയിൽ ക്രിഞ്ച് അടിപ്പിക്കാവുന്ന കുറെ ഫോട്ടോകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെയാണ്. ചിലർക്ക് ഇതൊക്കെ ഒരു ഓർമ്മകളാണ്, ചിലർക്ക് ഇതെല്ലാം വെറും ക്രിഞ്ച് പരിപാടിയായിട്ട് തോന്നുകയും ചെയ്യും. എന്തായാലും കല്യാണ ദിവസമുള്ള ഫോട്ടോകൾ മനോഹരമായത് തന്നെ.